ഹായ് നമസ്കാരം, വിഷ്ണു വലിയകാട്ടിലാണ്. ഞാനിപ്പോൾ നിൽക്കുന്ന അഞ്ചൽ വെസ്റ്റ് ഹൈസ്കൂളിൻ്റെ റോഡിലാണ്. ഈ വീടും പരിസരവും നമ്മൾ കുറച്ച് ദിവസങ്ങളായി നിരീക്ഷിച്ചു വരികയാണ്. കാര്യം ഇവിടെയുള്ള നമ്മുടെ ഒരു സുഹൃത്ത് ശബരി കോയികൾ നമ്മളെ അറിയിച്ചതിനെ തുടർന്ന് നമ്മൾ ദിവസങ്ങളായി ഇവിടെ നിരീക്ഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാര്യം അഞ്ചൽ വെസ്റ്റ് ഹൈസ്കൂളിൽ പഠിക്കുന്ന കുറച്ച് വിദ്യാർത്ഥികൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ കാണുന്ന വീടിൻ്റെ പുറകുവശത്ത് ഈ കാണുന്ന ഭാഗത്ത് തമ്പടിക്കുന്നതായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. സ്കൂളിൻ്റെ ഇടവേളകളിലും അതുപോലെ സ്കൂൾ വിട്ടുപോകുന്ന സമയങ്ങളിലുമാണ് ഇവിടെ ഈ ഭാഗത്ത് പതിവായി കുട്ടികൾ തമ്പടിക്കുന്നത്. ഈ കാണുന്ന വീടെന്ന് പറയുന്നത് ബംഗാളികൾ താമസിച്ചു വരുന്ന വീടാണ്. ഇതാരാണ് വാടകയ്ക്ക് എടുത്തിരിക്കുന്നത് അറിയില്ല. നമ്മൾ ഇപ്പോൾ വന്ന സമയത്ത് ഇവിടെ ആളനൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ അതുവഴി കറങ്ങി വന്നപ്പോൾ ഇപ്പോൾ അതിനകത്ത് ആളില്ല, വീട് തുറന്നു കിടക്കുന്ന അവസ്ഥയിലാണ്. ഇവിടെ എന്തായാലും ആളുകൾ താമസിച്ച് വരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. വളരെ വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് ഈ വീടും പരിസരവും ഇവിടെ ഇങ്ങനെ നമ്മൾ കണ്ടെത്തിയത്. ഇവിടെ വിദ്യാർത്ഥികൾ വന്നു പോകുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമ്മൾ പകർത്തി പോലീസിലെ അറിയിച്ചിരുന്നു. എന്തായാലും ഇന്ന് കൃത്യസമയത്ത് തന്നെ പോലീസും ഇവിടെ എത്തിച്ചേർന്നു. ഈ കാണുന്ന പ്രദേശത്ത് ഈ ബാത്റൂമിൻ്റെ ഭാഗത്താണ് ഈ കുട്ടികൾ കൂടുതൽ സമയം തമ്പടിക്കുന്നതിന് ശേഷം ഇവർ ഇവിടുന്ന് വൈകുന്നേരത്തോടെ ഇവിടുന്ന് പോവുകയാണ് പതിവ്. പോലീസ് എത്തി വിദ്യാർത്ഥികളെ ചോദ്യം ചെയ്തെങ്കിലും കൃത്യമായ ഒരു മറുപടി നൽകാതെ അവർ അവിടെ നിന്ന് പോവുകയായിരുന്നു. നമുക്കറിയാം, അഞ്ചലും പരിസര പ്രദേശങ്ങളും നിത്യേന ലഹരി മാഫിയയെ പിടിക്കുന്ന വാർത്തകൾ ഇപ്പോൾ കണ്ടുകൊണ്ടാണ് നമ്മൾ ഉണരുന്നത് തന്നെ. ഇത് ബൈപ്പാസിന് സമീപത്ത് നിന്നൊക്കെ വളരെ വലിയ തോതിൽ ലഹരി മരുന്നുകൾ ഈയിടയ്ക്കും പിടിച്ചെടുത്ത വാർത്തയായിരുന്നു. എന്തായാലും അഞ്ചലിൽ നിന്നും ഈ ലഹരി മാഫിയെ തുരത്തി ഓടിക്കുക എന്നുള്ളത് നമ്മുടെ കർത്തവ്യമാണ്. അതിനുവേണ്ടി ഇവിടെയുള്ള നാട്ടുകാരും വ്യാപാരികളും ഒക്കെ സഹകരിച്ചാൽ വളരെ വേഗം നമുക്ക് ഈ അഞ്ചലിനെ ലഹരി മുക്തമാക്കി എടുക്കാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും ഈ വീടും പരിസരവും ഇവിടെയുള്ള സമീപവാസികൾ കൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ വളരെ നന്നായിരിക്കും. അഞ്ചലിലെ സ്കൂളുകളും കോളേജുകളും ഒക്കെ കേന്ദ്രീകരിച്ച് ഇവിടെ പിടിമുറുക്കാൻ ശ്രമിക്കുന്ന ലഹരി മാഫിയെ അഞ്ചൽ പോലീസിനും ഡാൻസ് സ്കൂളിനും ഒപ്പം നമ്മൾ നാട്ടുകാരും മാധ്യമപ്രവർത്തകരും ഒക്കെ ഒറ്റക്കെട്ടായി ചേർന്ന് നിന്ന് ഇവിടെ നിന്നും വേരോടെ പിടിതെറിയാനുള്ള സാഹചര്യം ഉണ്ടാക്കണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. റിപ്പോർട്ടർ വിഷ്ണു വലിയകാട്ടിൽ, ചാനൽ വി.